Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലേ? അതെങ്ങനെ ചോദിക്കും? എനിത്തിങ് എൽസ് ടു സേ. എനിത്തിങ് എൽസ് ടു സേ. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നാണ്. സോ എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എന്നാണ്. സോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. എനിത്തിങ് എൽസ് ടു സേ. എനിത്തിങ് എൽസ് ടു സേ. പിന്നെ നമ്മൾ പറയത്തില്ലേ കുട്ടികളോട് പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ. അതെങ്ങനെ പറയും? ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓൺ യുവർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിന്റെ പഠനത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഇനി ഇത് മറക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഫർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ള അർത്ഥമാണ്. സോ മറക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഫർഗെറ്റ് എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് മറക്കരുത് എന്നുള്ള അർത്ഥമാണ്. പിന്നെ കുട്ടികൾക്ക് വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും അല്ലേ, ഇപ്പം നിനക്ക് എങ്ങനെ തോന്നുന്നു? അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു യു ഫീൽ നൗ? ഹൗ ഡു യു ഫീൽ നൗ? ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചാൽ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. സോ ഹൗ ഡു യു ഫീൽ നൗ എന്ന് ചോദിച്ചാൽ നിനക്ക് ഇപ്പോൾ എങ്ങനെ തോന്നുന്നു എന്നുള്ള അർത്ഥമാണ്. ഹൗ ഡു യു ഫീൽ നൗ. പിന്നെ നമ്മൾ ചോദിക്കത്തില്ല നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? അതെങ്ങനെ ചോദിക്കും? നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് വാട്ട് ഡു യു വോണ്ട് എന്നാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വോണ്ട് എന്ന് പറഞ്ഞാൽ വേണം എന്നുള്ള അർത്ഥമാണ്. സോ വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നുള്ള അർത്ഥമാണ്. സോ ശരിക്കും നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ വാട്ട് ഡു യു വോണ്ട് ആക്ച്വലി എന്ന് ചോദിക്കാം. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നുള്ള അർത്ഥമാണ്. വാട്ട് ഡു യു വോണ്ട് ആക്ച്വലി. ഇനി അത് പൂർണ്ണമായിട്ട് നിന്റെ തെറ്റ് തന്നെയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? പൂർണ്ണമായും എന്ന് പറയാൻ കംപ്ലീറ്റ്ലി എന്ന് പറയാം. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി യോർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും നിന്റെ തെറ്റാണ് എന്നാണ്. യോർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ തെറ്റ് എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി യോർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നിന്റെ തെറ്റാണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യോർ മിസ്റ്റേക്ക്. ഇനി കുട്ടികൾ ഹോംവർക്കൊക്കെ ചെയ്യാതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ നിന്റെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുക. അതെങ്ങനെ പറയും? സ്റ്റാർട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ്. ഡൂയിങ് യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റാർട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക്. പിന്നെ നമ്മൾ കുട്ടികളിങ്ങനെ ചെയ്യാതിരുന്ന അവസാന നിമിഷം ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ അവസാന നിമിഷം അത് ചെയ്യാൻ നിൽക്കരുത്. ഈ അവസാന നിമിഷം എന്ന് പറയുന്നത് 11th hour എന്നാണ്. സോ ഡോണ്ട് ഡു ഇറ്റ് അറ്റ് ദ 11th hour എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം അത് ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ്. ഡോണ്ട് ഡു ഇറ്റ് അറ്റ് ദ 11th hour. ഇനി കുറച്ചും കൂടി കഴിച്ചതെല്ലാം ഒന്ന് തീർത്തേ എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓൾ. Take a few more bites and finish it all. Take a few more bites എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഫിനിഷ് ഇറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തീർക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓൾ. പിന്നെ നമ്മൾ പറയത്തില്ലേ കുട്ടികളോട് എനിക്ക് നിന്റെ കഴിവറിയാം, അല്ലെങ്കിൽ നിനക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അതെങ്ങനെ പറയും? I know your capacity. I know your capacity. Capacity എന്ന് പറഞ്ഞാൽ കഴിവ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ നമുക്ക് ടാലൻറ്റ് എന്ന് പറയാം. സോ ഐ നോ യുവർ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ കഴിവ് അറിയാം എന്നുള്ള അർത്ഥമാണ്. ഐ നോ യുവർ ടാലൻറ്റ് അല്ലെങ്കിൽ ഐ നോ യുവർ കപ്പാസിറ്റി. ഇനി അടുത്തത് നിനക്ക് എന്തുകൊണ്ട് നിന്റെ ജോലി ആദ്യം ചെയ്ത് തീർത്തുകൂടാ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Why don't you finish your work first? Why don't you finish your work first? യുവർ വർക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ജോലി എന്നാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം. വൈ ഡോണ്ട് യു ഫിനിഷ് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുകൊണ്ട് പൂർത്തിയാക്കിക്കൂടാ എന്നുള്ള അർത്ഥമാണ്. സോ നിനക്ക് ആദ്യം നിന്റെ ജോലി എന്തുകൊണ്ട് പൂർത്തിയാക്കിക്കൂടാ എന്ന് ചോദിക്കാനാണ് വൈ ഡോണ്ട് യു ഫിനിഷ് യുവർ വർക്ക് ഫസ്റ്റ്. വൈ ഡോണ്ട് യു ഫിനിഷ് യുവർ വർക്ക് ഫസ്റ്റ്. പിന്നെ നമ്മൾ പറയത്തില്ലേ എല്ലാം ശരിയാകും. അതെങ്ങനെ പറയും? everything will be fine. Everything will be fine. അല്ലെങ്കിൽ everything will be all right എന്ന് പറയാം. സോ everything will be fine അല്ലെങ്കിൽ everything will be all right എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ള അർത്ഥമാണ്.
പിന്നെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറയത്തില്ലേ, നോക്കിക്കേ ഡ്രസ്സ് എന്ത് വൃത്തികേടാണെന്ന്. ഇതെങ്ങനെയാണ് പറയുന്നത്? നോക്കൂ എന്ന് പറയാൻ സി എന്ന് പറയാം. സി ഹൗ ഡേർട്ടി യുവർ ക്ലോത്ത്സ് ആർ. ഹൗ ഡേർട്ടി എന്ന് പറഞ്ഞാൽ എത്ര അഴുക്കാണ് എന്നുള്ള അർത്ഥമാണ്. സോ സി ഹൗ ഡേർട്ടി യുവർ ക്ലോത്ത്സ് ആർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ എന്ത് വൃത്തികേടാണ് നിന്റെ ഡ്രസ്സ് എന്നുള്ള അർത്ഥമാണ്. സി ഹൗ ഡേർട്ടി യുവർ ക്ലോത്ത്സ് ആർ. പിന്നെ ഗ്ലാസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, രണ്ട് കൈയും കൂട്ടി പിടിക്കുക എന്ന് പറയത്തില്ലേ. പിടിക്കുക എന്ന് പറയുന്നത് ഹോൾഡ് ഇറ്റ് എന്നാണ്. സോ ഹോൾഡ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹോൾഡ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഇനി ഒരു കാര്യം പോയി കൊണ്ടുവരൂ എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഗോ ആൻഡ് ഗെറ്റ് എന്ന് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്നാണ് പറയേണ്ടതെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുക. ഗോ ആൻഡ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ നിന്റെ നെയിൽ കട്ടർ പോയി എടുത്തുകൊണ്ട് വരൂ എന്ന് പറയണമെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് ദ നെയിൽ കട്ടർ പ്ലീസ് എന്ന് പറയാം. ഗോ ആൻഡ് ഗെറ്റ് ദ നെയിൽ കട്ടർ പ്ലീസ്. സോ ഗോ ആൻഡ് ഗെറ്റ് കണ്ടിട്ട് എന്താണോ പറയാനുള്ളത് അത് പറയുക. പിന്നെ നമ്മൾ പറയത്തില്ലേ, നിന്റെ അനിയത്തി ഉണർന്നൊന്ന് പോയി നോക്കിക്കേ. അതെങ്ങനെ പറയും? ചെക്ക് if your sister is awake. Check if your sister is awake. ചെക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള അർത്ഥമാണ്. ഇഫ് യുവർ സിസ്റ്റർ ഈസ് അവേക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരി ഉണർന്നു എന്ന് നോക്കുക എന്നുള്ള അർത്ഥമാണ്. ചെക്ക് ഇഫ് യുവർ സിസ്റ്റർ ഈസ് അവേക്ക്. പിന്നെ നമ്മൾ ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്നത്തേക്കാണ് ഹോംവർക്ക് വെക്കേണ്ടത് എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? വെൻ ഇസ് ദ ഹോംവർക്ക് ഡ്യൂ എന്ന് ചോദിക്കാം. വെൻ ഇസ് ദ ഹോംവർക്ക് ഡ്യൂ, അതായത് എന്നത്തേക്കാണ് അത് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള അർത്ഥമാണ്. വെൻ ഇസ് ദ ഹോംവർക്ക് ഡ്യൂ. ഇനി അമ്മമാരൊക്കെ വർക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ മൂത്ത കുട്ടികളോട് പറയും അല്ലേ, ഞാൻ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്, നിന്റെ സഹോദരിക്ക് അത് എടുത്ത് കൊടുക്കണം. അതെങ്ങനെ പറയും? ഐ ഹാവ് കുക്ക്ഡ് ഫുഡ്, യു ഷുഡ് സെർവ് ഇറ്റ് ടു യുവർ സിസ്റ്റർ. ഐ ഹാവ് കുക്ക്ഡ് ഫുഡ്, യു ഷുഡ് സെർവ് ഇറ്റ് ടു യുവർ സിസ്റ്റർ. ഐ ഹാവ് കുക്ക്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. യു ഷുഡ് സെർവ് ഇറ്റ് ടു യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നീ നിന്റെ സഹോദരിക്ക് അത് വിളമ്പി കൊടുക്കണം എന്നാണ് മീനിങ്. ഐ ഹാവ് കുക്ക്ഡ് ഫുഡ്, യു ഷുഡ് സെർവ് ഇറ്റ് ടു യുവർ സിസ്റ്റർ. ഇനി കുട്ടികളോട് സ്കൂളിൽ പോകാൻ തയ്യാറാവുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഗെറ്റ് റെഡി ഫോർ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ് മീനിങ്. ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അവർ ഉത്തരം പറയാതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ദയവായിട്ട് എന്തെങ്കിലും പറയുക. അതെങ്ങനെ പറയും? പ്ലീസ് സേ സംതിങ്. പ്ലീസ് സേ സംതിങ്. സേ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയുക എന്നുള്ളതാണ്. സോ ദയവായിട്ട് എന്തെങ്കിലും പറയുക എന്ന് പറയാനാണ് പ്ലീസ് സേ സംതിങ്. ഇനി കുട്ടികൾ വഴക്കൊക്കെ പിടിക്കുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ, നീ ഒരു നല്ല കുട്ടിയല്ലേ, നീ ഇനി നിൻ്റെ സഹോദരിയോട് വഴക്ക് പിടിക്കുമോ? അതെങ്ങനെ ചോദിക്കും? നീ ഒരു നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കാൻ അറിൻറ്റ് യു എ ഗുഡ് ബോയ് എന്ന് ചോദിക്കാം. അറിൻറ്റ് യു എ ഗുഡ് ബോയ് എന്ന് ചോദിച്ചാൽ നീ ഒരു നല്ല കുട്ടിയല്ലേ എന്നാണ് മീനിങ്. ഇനി നീ നിൻ്റെ സഹോദരിയോട് ഇനിയും വഴക്ക് പിടിക്കുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ യു ഫൈറ്റ് വിത്ത് യുവർ സിസ്റ്റർ എഗെയിൻ. വിൽ യു ഫൈറ്റ് വിത്ത് യുവർ സിസ്റ്റർ എഗെയിൻ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വഴക്ക് പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ വിൽ യു ഫൈറ്റ് വിത്ത് യുവർ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ നീ നിൻ്റെ സഹോദരിയോട് വഴക്ക് പിടിക്കുമോ എന്നാണ്. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. സോ നീ ഇനിയും നിൻ്റെ സഹോദരിയോട് വഴക്ക് പിടിക്കുമോ എന്ന് ചോദിക്കാനാണ് വിൽ യു ഫൈറ്റ് വിത്ത് യുവർ സിസ്റ്റർ എഗെയിൻ എന്ന് പറഞ്ഞത്. ആൻറ്റ് യു എ ഗുഡ് ബോയ്, വിൽ യു ഫൈറ്റ് വിത്ത് യുവർ സിസ്റ്റർ എഗെയിൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.